അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വണ്ടിയും പറഞ്ഞ പോലെ തന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ഈ ഒരു ചെക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ M4. അത് വലിയ വീഡിയോ ചെയ്യേണ്ട വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ റിവീലിംഗ് ആണ്. ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ വരുന്നു വിചാരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരായിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ബഗ് പഠിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരും സെറ്റാക്കിയിട്ട് ഞാൻ മെല്ലനെ എല്ലാവരും സെറ്റായി നിന്നതിന് ശേഷം വണ്ടി എടുത്തിട്ട് വരാൻ വിചാരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം വന്ന മെമ്പേഴ്സൊക്കെ അത്യാവശ്യം അടിപൊളി വണ്ടി കൊണ്ടുണ്ട തന്നെയാണ് വന്നത്. വണ്ടി വൈസ് അതിൻ്റെ വായിൽ വരുന്നില്ല ഗൈസ്. അപ്പം നമ്മുടെ അഗോരൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, ലോഗയുടെ ബസ് വന്നിട്ടുണ്ട്, പിന്നെ വേറെ ഏതൊരു ബസ്സും വന്നിട്ടുണ്ട്. ഇനി കാണുന്നില്ല, എന്താ സാന്ദ്ര അങ്ങനെ ഏതൊരു ബസ്സായിട്ട് വന്നു ഗൈസ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ബസ്സും നല്ല അടിപൊളി വർക്കുള്ള തന്നെയാണ്. ലൂസിഫറും വന്നിട്ടുണ്ട്. കാറും ബസ്സും ഒന്നും പറയില്ല, നല്ല അടിപൊളി വണ്ടി തന്നെയാണ് ഗൈസ്. അതതിൻ്റെ ഒരു കാര്യം എൻ്റെ അടുത്ത് എന്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ് 14 ആൾക്കാരെങ്ങാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോഴേ കേട്ടത്. എല്ലാവരും ഒന്ന് സെറ്റായി നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നോക്കാം. അതൊക്കെ ഇത് കൊല്ല എൻ്റെ നെഞ്ചത്തു കൂടെ കയറ്റി മൊത്തം അലമ്പാവുകയാണ് ഗൈസ് റൂം. അപ്പോൾ ആ ബസ് അവിടെ തന്നെ കിടക്കണമെങ്കിൽ നല്ല രസമായി. ആരും അലമ്പെടുക്കാണ്ട് അവിടെ തന്നെ വരൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം സെറ്റായി. VRX 7 ഉണ്ട്. അതൊരാൾ ബുക്കാട്ടിങ് കൊണ്ടു നിൽക്കുന്നുണ്ട്. സെയിം സാധനം ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഇതൊരു മലബാറുണ്ട്. ഏതൊക്കെ അതൊരു ക്രൗൺ ഉണ്ട് ഗൈസ് അവിടെ. ദെൻ അവിടെ ഇതൊരു വണ്ടി ഉണ്ട്. ഇതൊരു ക്രൗണ്, ഒരു മലബാറി. അത് വേറൊരു ബസ് വരുന്ന ഗൈസ്. അത് ഇതാണാവോ? കാണുന്നില്ലല്ലോ. വേറെ ലൂസിഫറിൻ്റെ വേറൊരു ബസ് വന്നിട്ടുണ്ട് ഗൈസ്. സെറ്റ് തന്നെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു M5 ബെന്നീസ് കസ്റ്റം എന്ന് പറഞ്ഞൊരു M5 ഉണ്ട്. ദെൻ അത് നമ്മുടെ ടീം സെറ്റ് ഫാൻറ്റം ബ്രോ അത് നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് വയ്യടാന്നോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. എന്താ എന്തൊക്കെയോ ഓടുന്നുണ്ട് ഗൈസ്. ദെൻ തൽക്കാലത്തെ കുക്ക് റിജക്റ്റ് ചെയ്ത് അറിയണം കേസ്. കാരണം ബഗ്ഗടിച്ചിട്ട് ഞാൻ നിൽക്കണ കണ്ടില്ലേ, എനിക്കൊന്നും ഒരു തേങ്ങയും പറ്റുന്നില്ല. പണ്ടാറടങ്ങാൻ ഭ്രാന്തിരിക്കേണ്ട മനുഷ്യന്. എന്തായാലും ആൾക്കാരൊക്കെ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാം കുറേ വണ്ടികളാണ് എല്ലാം ഇപ്പോൾ അത്. അതാ AGR വിഷ്ണു. ദെൻ നമുക്കിപ്പോൾ അത്യാവശ്യം കുറേ വണ്ടി ഒരു പോളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി തന്നെ. ഞാൻ ഗ്രാഫിക്സ് ആണ് സെറ്റാക്കട്ടെ ഗൈസ്. ഓക്കെ, ഗ്രാഫിക്സ് മോഡല്ലേ. ഗ്രാഫിക്സ് മോഡൊക്കെ ആയിരിക്കും, പക്ഷേ അതിനനുസരിച്ച് ബഗ് അടിക്കും. ദാറ്റ് സക്സ് ബ്രോ. ദെൻ അത്യാവശ്യം കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. എന്തത് ക്രൗണൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പം റൂം ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ പെട്ടു ഗൈസ്. കാരണം വണ്ടിനെ എടുത്തിട്ടില്ല. എല്ലാവരും സെറ്റായി ഒന്ന് അലമ്പ് കളിക്കാണ്ട് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി എടുത്തിട്ട് വരെ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ദെൻ ഗൈസ് നമുക്ക് എന്തായാലും എല്ലാം പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ മുകളിലേക്ക് ആകാശമൊക്കെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല, അലമ്പടിയാണെങ്കിൽ. അതൊരു 2 ഫ്ലൈയിങ് സ്ക്വയറിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ദെൻ നമുക്ക് പോയിട്ട് എന്തായാലും എന്തത് പുതിയ കുട്ടികളായിട്ട് പുറകെ കിടക്കണേ. 17 ആൾ ഗൈസ്. ഇപ്പോൾ പോയില്ലെങ്കിൽ ഞാൻ പെട്ടു. നമുക്ക് എന്തായാലും മെല്ലനെ വണ്ടി എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചെക്കനെ കൊണ്ട് നമ്മൾ റിസോർട്ടിലാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോവാണ്. വണ്ടി ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടൊയോട്ടൻ്റെ ചേസറാണ്. അപ്പോൾ 15 ആളായി. നന്നായി. നമുക്ക് ഇവിടുന്ന് മെല്ലെ പോവാം. വണ്ടി നമ്മൾ എൻജിൻ ലോണിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റിക്കർ അടിക്കുക. പിന്നെ ദെൻ നമ്മുടെ കാലിപ്പർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്. വണ്ടി ആർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എല്ലാവർക്കും ഇഷ്ടമായാൽ മതിയേന്. കാരണം വർക്ക് ഡൺ ബൈ അവർ ജെസ്സി ബ്രോ ഗൈസ്. ആർക്കും ഇഷ്ടപ്പെട്ട് എടുക്കാനാ. എന്തായാലും
അതായത് ലോഗിൻ്റെ ടോക്സിക് വന്നിട്ടുണ്ട്, കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടി മെല്ലെ നിർത്താം ഗൈസ്. ഇതാണ് നമ്മുടെ ഡിസൈന്. നമ്മുടെ ഡിസൈൻ, ഈ സാധനമാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അത് ആരൊക്കെ ചിരിയുണ്ട്, ഇഷ്ടാക്കില്ല പറയും മച്ചാനെ, എന്താണ് മച്ചാനെ. ഗൈസ് അത് ആരോ കരയുന്ന കാശ്. എഫക്റ്റ് മാറിപ്പോയതാ തോന്നുന്നത്. വണ്ടി എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നത്. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും ജെസി ബ്രോനോട് ഭയങ്കര താങ്ക്സ് പറയാണ് ഗൈസ്. ആളില്ലെങ്കിൽ ഞാൻ മോചിയനെ. എന്തായാലും നമുക്കൊരു ട്രിപ്പ് പോവാം ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് വല്ല ഇറങ്ങിയിട്ടുണ്ട്, അത് മണാലി എന്നൊക്കെ പറയണം. അമ്മമാരൊക്കെ പിടിച്ച് അപ്പോഴേ തട്ടണമെന്ന് വണ്ടിന്ന്. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം, എന്നിട്ട് കുറച്ച് പിക്കും കാര്യങ്ങളും എടുക്കാം. അതാ ഞാൻ ഓടട്ടെ, ഓട്ടിക്കോ, ഇറങ്ങി കൊടുത്തു നോക്കാം. ഇറങ്ങാത്തെന്താ, ഇറങ്ങിയെടുത്ത് പോടാ ഗൈസ്. മച്ചാൻ ഇറങ്ങുന്നില്ല വണ്ടിയിൽ നിന്ന്, എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. ഒരു നിട്ടോക്കാലേ. ആളിട്ടുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ ഒന്ന് പൂക്കളുള്ള ഷർട്ടൊക്കെയാണ്, കോട്ട് ഷർട്ടൊക്കെ പുതിയ മേടിച്ചല്ലേ ഇടാന്നൊക്കെ വിചാരിച്ച് നല്ല ഇട്ട് വന്നതാണ്. കുറച്ച് സീൻ തന്നെ. അതാ ആരോ ഒരു പോളം കൊണ്ട് വന്നേക്ക്. ഇവനാണോ ഓടിക്കാറുണ്ട്? ഇവന് അങ്ങ് ലോങ്ങെന്നൊക്കെ വന്നതാണോ? സുബ്ഹാനല്ല, എന്താ പത് കഥ. യപ്പ്, അവരെന്നെ വിളിച്ച് കൈസ്. അവിടെ എന്നെ കയറ്റി പോടാ. അവൻ്റെ പോളെടുത്തോണ്ട് വരില്ലേ. ആരോ കൊണ്ടുപോയി വണ്ടിയുടെ ഇതെടുത്തോണ്ട് പോകാൻ പറ്റും നോക്കാം. അതെന്തിനാണ് ഇതിൽ കയറാത്ത? ഒരു ബെഞ്ച് വരുന്നുണ്ട് ഗൈസ്. ലിഫ്റ്റ്, ചേട്ടാ ലിഫ്റ്റ് തരുമോ പ്ലീസ്? പോലെ ഓയ് പോവാ. കുറച്ച് റിച്ച് കളി തന്നെ ഇനി ഗൈസ്. അങ്ങനെയാണ് എൻ്റെ മഞ്ഞ ബെഞ്ചും കൊണ്ടൊക്കെ വന്നേക്കുക. നമുക്ക് കുറച്ച് ട്രിപ്പ് പോയിട്ട് വരാം. ഇതെന്തത് ഏകദേശം നമ്മളെന്തായാലും വണ്ടിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളും നാളെ മറ്റന്നാളായിട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിവ്യൂസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ, സീ യു.